ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പുതിയ ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാലൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോട്ടറി എൻജിൻസിൽ ഇവിടെ രണ്ട് റോട്ടർ സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. ഒന്ന് സ്കീമാറ്റിക് ഡയഗ്രം, ഒന്ന് ആക്ച്വൽ സിസ്റ്റവുമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡിസ്കിന് ചുറ്റുഭാഗത്തുള്ള മാസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ there won't be any unbalanced force in the system. അതേസമയം ഏതെങ്കിലും ഒരു ഭാഗത്ത് കാസ്റ്റിംഗ് ഡിഫക്റ്റ് കാരണമോ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ ഡിഫക്റ്റ് കാരണം മറ്റൊരു അൺബാലൻസ് മാസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് റേഡിയലി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് ME⍵². ഇറ്റ് വിൽ ആക്ട് outward. Okay, so when the speed is very high, the centrifugal force will be very high. Okay, this unbalanced force will cause deflection in the disc, deflection in the shaft. So indirectly it will affect the bearing. Okay, ഈ ഷാഫ്റ്റ് സപ്പോർട്ട് ചെയ്ത ബിയറിങ്ങിനെ എഫക്റ്റ് ചെയ്യും. സോ ഇറ്റ് വിൽ leads to the collapse of the or the damage of the system. So അതുകൊണ്ട് തന്നെ ഈ ഫോഴ്സിനെ നള്ളിഫൈ ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ആക്സെപ്റ്റബിൾ ലിമിറ്റിലേക്ക് എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബാലൻസിങ് എന്ന് പറയുക. ഓക്കെ, ബാലൻസിങ്ങിൻ്റെ അപ്പോൾ ഇവിടെ ഈ അൺബാലൻസ്ഡ് മാസ് എം എന്നൊരു അൺബാലൻസ്ഡ് മാസ് ആണ് എങ്കിൽ അത് ഇ എന്ന ഡിസ്റ്റൻസ് സെൻറ്റർ ഓഫ് ഷാഫ്റ്റിന് സെൻറ്ററിൽ നിന്നും ഈ ഡിസ്റ്റൻസ് മാറിയിട്ട് ആണുള്ളത് എങ്കിൽ, അതുപോലെ തന്നെ ഒമേഗ എന്ന സ്പീഡിലാണ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ദിസ് അൺബാലൻസ്ഡ് മാസ് വിൽ ബി അല്ലെങ്കിൽ ദി അൺബാലൻസ്ഡ് ഫോഴ്സ് വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ് വിൽ ബി ME⍵². where ME is the mass of the unbalanced mass, M is the unbalanced mass, E is the distance between the mass and the center of rotation of the shaft, and omega the angular speed. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബാലൻസിൻ്റെ നീഡ് എന്ന് പറയുമ്പോൾ, ഇന്നത്തെ കാലത്ത് വെരി ഹൈ സ്പീഡ് എഞ്ചിൻസ് എന്നുള്ള കോമൺ ഫിനോമിനയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുന്ന പോലെ ഇക്വേഷനിൽ ദ അൺബാലൻസ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷൻ ടു ദി സ്ക്വയർ ഓഫ് ദി സ്പീഡ്. സോ ചെറിയ സ്പീഡ് കുറച്ച് അധികമുള്ള എഞ്ചിനിൽ വലിയൊരു ഫോഴ്സാണ് ഇത് കൊണ്ടുവരിക. അൺബാലൻസ് മാസ് വളരെ കുറവാണെങ്കിലും അല്ലെങ്കിൽ ഈ എന്നുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണെങ്കിലും സ്പീഡ് കാരണം വലിയൊരു അൺബാലൻസ് ഫോഴ്സ് ഉണ്ടാവും സിസ്റ്റത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നള്ളിഫൈ ചെയ്യേണ്ട ആവശ്യം വളരെ അത്യാവശ്യമാണ്. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ബിയറിങ്ങിനെ എഫക്റ്റ് ചെയ്യും, സിസ്റ്റം കൊളാപ്സ് ചെയ്യും. സോ അതുകൊണ്ട് ബാലൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആക്സെപ്റ്റബിൾ ലിമിറ്റിലേക്കോ പറ്റുമെങ്കിൽ അതിനെ കംപ്ലീറ്റായോ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. സ്റ്റാറ്റിക് ബാലൻസിങ് ആൻഡ് ഡൈനാമിക് ബാലൻസിങ്. ഇപ്പോൾ നമ്മൾ കമ്പൈൻഡ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി സിസ്റ്റം ലൈസ് ഓൺ ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ കമ്പൈൻഡ് സെൻറ്റർ ഓഫ് മാസ് ഇതിൻ്റെ ഷാഫ്റ്റിൽ ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് സ്റ്റാറ്റിക് ബാലൻസിങ് എന്ന് പറയും. ഓക്കെ, നമ്മളിപ്പം ഈ സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കപ്പിളും അതുപോലെ തന്നെ എല്ലാ ഫോഴ്സും ഒരുമിച്ച് എല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് ഡൈനാമിക് ബാലൻസിങ് എന്ന് പറയും. ഓക്കെ, റിസൾട്ടൻ്റ് മൊമെൻറ്റ് ആൻഡ് കപ്പിൾ ഇൻവോൾവിംഗ് ദ ആക്സിലറേഷൻ ഡിഫറെൻറ്റ് മൂവിങ് പാർട്ട് ഈക്വൽ ടു 0. ഓക്കെ, എല്ലാത്തിനെയും ഫോഴ്സിനെ മാത്രമല്ല കപ്പിളിനെയും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് ഡൈനാമിക് ബാലൻസിങ് എന്നാണ് പറയുക. ഓക്കെ, balancing of rotating masses in one plane. ബാലൻസിങ് റൊട്ടേറ്റിംഗ് ഓൺ പ്ലെയിൻ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഒരു റോട്ടർ, ആ റോട്ടറിൻ്റെ രണ്ടിൽ എന്തുണ്ട്, ഒരു അൺബാലൻസ് മാസ് ഉണ്ട്. ഓക്കെ, അതിന് ഒറ്റ അൺബാലൻസ് മാസേ ഉള്ളൂ. അതിന് ബാലൻസ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വളരെ ഈസിയാണ്. ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, ഒരു കൗണ്ടർ മാസ് അറ്റാച്ച് ചെയ്യുക. ഈ കൗണ്ടർ മാസിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡിസ്റ്റൻസും, റേഡിയൽ ഡിസ്റ്റൻസും എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? ദ പ്രോഡക്റ്റ് ഓഫ് ദി മാസ് ആൻഡ് ഡിസ്റ്റൻസ് MC/RC. MC is the counter mass, RC is the distance from the center of rotation. It should be equal to ME. ME is the unbalanced mass, E is the distance from the center of
distance of the counter mass from the center of rotation. Okay, so ME should be equal to MCRC. അപ്പോൾ ഇവിടെ ഈസിയാണ്. ബാലൻസിങ് ഓഫ് വൺ മാസ്. ഈ ബാലൻസിങ് ഓഫ് സെവറൽ മാസസ് ഇൻ വൺ പ്ലെയിൻ. ഒരു ഡിസ്കിൻ്റെ പല ഭാഗത്തായിട്ട് പല അൺബാലൻസ് മാസസുകളുണ്ട്. ഒന്നിൻ്റെ പേര് M1, രണ്ടാമത്തിൻ്റെ പേര് M2, മൂന്നാമത്തിൻ്റെ പേര് M3. അങ്ങനെ ഒരു 3 മാസം ഉണ്ടെന്ന് കൂട്ടിക്കോളും. അതെല്ലാം പൊസിഷൻ ചെയ്യപ്പെട്ടുള്ള R1, R2, R3 എന്ന റേഡിയസിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് റെസ്പെക്ട് ടു പോസിറ്റീവ് എക്സ് ആക്സിസ് θ1 to θ2 θ3 ഇങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, നേരെ ഡയറക്റ്റ്ലി ഓപ്പോസിറ്റായിട്ട് അറ്റാച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കേണ്ടതിൻ്റെ എല്ലാം ടോട്ടൽ സമ്മ് നോക്കാം. പിന്നെ റിസൾട്ടൻ്റ് എടുക്കുക. റിസൾട്ടൻ്റ് നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക, അറ്റാച്ച് ചെയ്യുകയാണ് നമുക്ക് അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇതിൽ റിസൾട്ടൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കൗണ്ടർ മാസ് അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് സിസ്റ്റം ബാലൻസ് ആകും. ഓട്ടോമാറ്റിക്കലി ഇത് റിസൾട്ടൻ്റ് 0 ആണെങ്കിൽ പിന്നെ കൗണ്ടർ മാസ് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് റിസൾട്ടൻ്റ് 0 അല്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അറ്റാച്ച് ദി കൗണ്ടർ മാസ്. അപ്പോൾ എങ്ങനെ അറ്റാച്ച് ചെയ്യും എന്നുള്ളത് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ 3 മാസം നമ്മൾ പറഞ്ഞു ഈ സിസ്റ്റത്തിൽ M1, M2, M3. ഓക്കെ, 3 മാസത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോവാണ്. അപ്പോൾ നമ്മളതിനെ അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? M1 R1 ഒമേഗ സ്ക്വയർ, M2 R2 ഒമേഗ സ്ക്വയർ, M3 R3 ഒമേഗ സ്ക്വയർ, MC RC ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0. അതിൽ ഈ M1 ആദ്യത്തെ 3 ടേംസും നോൺ ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? പിന്നെ ഒമേഗ സ്ക്വയർ കോമൺ ആയതുകൊണ്ട് എല്ലാത്തിനും ഒമേഗ സ്ക്വയറിനെ കളഞ്ഞു. അപ്പോൾ സിഗ്മ MR പ്ലസ് MC/RC ഈക്വൽ ടു 0 എന്നതാണ് ഫൈനൽ ഇക്വേഷൻ. അപ്പോൾ അനലിറ്റിക്കൽ മെത്തേഡിൽ ഇതിനെന്ത് ചെയ്യാം, നമുക്ക് റിസോൾവ് ചെയ്യാം. സൈൻ കമ്പോണൻറ്റും കോസ് കമ്പോണൻറ്റും റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ MR കോസ് തീറ്റ, MC/RC കോസ് തീറ്റ, MR സൈൻ തീറ്റ, MC/RC സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് നോൺ പാരാമീറ്റേഴ്സാണ് ലെഫ്റ്റിലുള്ളത്, അൺനോൺ പാരാമീറ്ററാണ് റൈറ്റിലുള്ളത്. അപ്പോൾ ഈ അൺനോൺ പാരാമീറ്ററിനെല്ലാം ഈക്വൽ ടു സൈൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ മൈനസ് വരും. എന്നിട്ട് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. സിഗ്മ MR കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് MC/RC കോസ് തീറ്റ, സിഗ്മ MR മൈനസ് സൈൻ തീറ്റ മൈനസ് MC/RC സൈൻ തീറ്റ. സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ MC/RC ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ MR കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ MR സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. അവിടുന്ന് MC/RC കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു പാരാമീറ്റർ നമ്മൾ അസ്യൂം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ്റെ കേസിലാണെങ്കിൽ ഏതെങ്കിലും ഒരു പാരാമീറ്റർ തരും, എന്നിട്ട് നമ്മളോട് മറ്റേത് കാണാൻ വേണ്ടി പറയും. അപ്പോൾ RC തന്നിട്ടുണ്ടെങ്കിൽ MC കണ്ടുപിടിക്കാം, MC തന്നിട്ടുണ്ടെങ്കിൽ RC കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ടാൻ എടുത്താൽ മതി. അതായത് ഇക്വേഷൻ 2 MC/RC സൈൻ തീറ്റ ബൈ MC/RC കോസ് തീറ്റ. അപ്പോൾ നമുക്ക് കിട്ടും സിഗ്മ MR സൈൻ തീറ്റ ബൈ സിഗ്മ MR കോസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, തീറ്റ C കിട്ടും. ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ടേബിളർ കോളം വരയ്ക്കുക. ഇതുപോലെ ഒരു ടേബിളർ കോളം വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ എത്ര കൗണ്ടർ മാസ് ഉണ്ടോ അത്രയും പ്ലസ് 2 റോസ് കൂടി അഡീഷണൽ വരയ്ക്കുക. ഒന്ന് ഹെഡിങ് എഴുതാനും രണ്ടാമത്തെ കൗണ്ടർ മാസിൻ്റെ ഡീറ്റെയിൽസ് എഴുതാനും. ഇപ്പോൾ ഇവിടെ 3 കൗണ്ടർ മാസാണ് പറഞ്ഞെങ്കിൽ M1, M2, M3, നാലാമത്തേൽ MC എന്ന് എഴുതാം. അതുപോലെ തന്നെ R1, R2, R3, RC. M1, R1, M2, R2, M3, R3, MC, RC എന്ന് വരും. θ1, θ2, θ3, θC എന്ന് വരും. ഇപ്പോൾ ഇവിടെ MR സ്കെയിൽഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെല്ലാം ഒരു വെക്ടറായിട്ട് കൺസിഡർ ചെയ്യണം. M1, M2, M3, M1, R1, M2, R2, M3, R3 എന്ന് പറയുന്നതിനെല്ലാം വെക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ M1, R1 എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ എന്നോ അല്ലെങ്കിൽ കിലോഗ്രാം സെൻറ്റിമീറ്റർ എന്നോ കിലോഗ്രാം എന്നോ ആയിരിക്കും. അതിനെന്ത് ചെയ്യണം, നമുക്ക് വരക്കാൻ പറ്റുന്ന സ്കെയിലിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ആ സ്കെയിൽഡ് വാല്യൂ എഴുതുക. നമ്മളെ സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വരക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കെയിലിലേക്ക് അതിനെ മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടേബിൾ കോളം വരച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് തെറ്റൂല, എല്ലാം ആ ടേബിൾ കോളത്തിൽ തന്നെ നോക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വരയ്ക്കുക. എന്നിട്ട് ആ സ്പേസ് ഡയഗ്രം കൂടി നമ്മൾ എന്ത് ചെയ്യുക,
ഇതിൻ്റെ കൂടെ വരക്കണത് നന്നാവും. കൂടെ നന്നാവില്ല, കൂടി വരക്കണം. സ്പേസ് ഡയഗ്രാം നമ്മൾ വരക്കുക. സ്പേസ് ഡയഗ്രാം നമ്മൾ നേരത്തെ കണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഇതേപോലെ θ1 ആംഗിൾ തന്ന ആ വാല്യൂ എഴുതുക, R1 വാല്യൂ എഴുതുക, M1 വാല്യൂ എഴുതുക, എല്ലാത്തിൻ്റെ വാല്യൂ എഴുതിയിട്ട് ഇതുപോലെ സ്പേസ് ഡയഗ്രാം വരയ്ക്കുക. ഈ ഷാഫ്റ്റ് വരക്കണം എന്നില്ല, ബാക്കിയുള്ളതെല്ലാം വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ടേബിൾ കോളം നോക്കിയിട്ട് വെക്ടറൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു. M1 R1 M2 R2 M3 R3 കാൽക്കുലേറ്റ് ചെയ്തു. ഗ്രൗണ്ടിലൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് M1 R1 എന്ന വെക്ടർ θ1 എന്ന ആംഗിളിൽ എന്ത് ചെയ്യുക, ഇവിടെ കാണിച്ച പോലെ ആദ്യത്തെ വെക്ടർ എന്ത് ചെയ്യുക, വരയ്ക്കുക. M1 R1 എന്ന് ഇതിൽ കാണിച്ച വെക്ടർ വരയ്ക്കുക. എന്നിട്ട് M1 R1 എന്ന പോയിന്റിൽ നിന്നും ഇതുപോലെയാണ്, ഇവിടെ നിന്നാണ് ആംഗിൾ എടുക്കേണ്ടത്. ഒന്നാമത്തെ വെക്ടർ ഇങ്ങനെ, ഇതാണ് നമ്മൾ ആംഗിൾ എടുക്കുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. θ1 എന്ന് പറയുന്ന ആംഗിൾ ഇങ്ങനെ എടുക്കുക. ഓക്കെ. അതേപോലെ θ2 എന്നുള്ള ആംഗിൾ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഇത് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ θ2. ഓക്കെ, ഇതുപോലെ എടുക്കുക. ഇനി മൂന്നാമത്തത് M2 R2 വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആംഗിൾ ഇതുപോലെ എടുക്കുക. M3 R3ൻ്റെ ആംഗിൾ ഇതുപോലെ മെഷർ ചെയ്യുക. ഇനി അവസാനം നമ്മൾ എന്ത് ചെയ്യുക, ഇത് സിസ്റ്റം ബാലൻസ് ചെയ്യണമല്ലോ. ബാലൻസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ക്ലോസ്ഡ് പോളിഗൺ. അപ്പോൾ ഈ ക്ലോസിങ് സൈഡായിരിക്കും ഇതിൻ്റെ MCRC, ഈ ലെങ്ത്ത്. ഈ MCRC ക്ലോസിങ് സൈഡായിട്ട് വരച്ചിട്ട് ആ വാല്യൂ എത്ര നോക്കുക. അപ്പോൾ നമുക്ക് തന്ന പാരാമീറ്റർ MC ആണെങ്കിൽ നമുക്ക് RC അവിടെ നിന്ന് കിട്ടും. RC ആണ് തന്നെങ്കിൽ MC നമുക്ക് കിട്ടും. അതിൻ്റെ ആംഗിൾ എങ്ങനെയാണ് കാണുക, ആംഗിൾ നമ്മൾ കാണുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ ആംഗിൾ നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ മെഷർ ചെയ്യണം. ഇങ്ങനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഗിൾ നമുക്ക് കിട്ടും. ഇത്രയാണ് ചെയ്യേണ്ടത്. എളുപ്പമാണ്. കമ്പാരിറ്റീവ്ലി അനലിറ്റിക്കൽ മെത്തേഡിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ എളുപ്പമുള്ള ഇതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഗ്രൂപ്പിൽ നമ്മളെ കുറച്ച് സോൾവ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.